സൃഷ്ടാവ് ആര് മാത്രമാണ്? സൃഷ്ടിച്ചവനായ അള്ളാഹു. ആ റബ്ബിനോടല്ലാതെ പ്രാർത്ഥന പാടില്ല. അതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലൂടെ നടത്തണമേ. ഏതാ ചൊവ്വായ വഴി? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, റബ്ബേ നീ അനുഗ്രഹം കൊടുത്ത ആളുകളുടെ വഴി, അതാ ചൊവ്വായ വഴി. അള്ളാഹ് അനുഗ്രഹം കൊടുത്തവരാർക്കാരാ? ഖുർആൻ പറഞ്ഞു മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സാലിഹുകളാണവർ, ശുഹദാക്കളാണവർ, സിദ്ദീഖുകളാണവർ, നബിമാരാണവർ. ഇവരാണല്ലോ റബ്ബിന്റെ അനുഗ്രഹം കിട്ടിയവർ. ഇവർ പോയ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണേ. അവർ പോയ വഴി ഏതാ? അവർ പോയ വഴി? ഇബ്രാഹിം നബി മൂസാ നബിയോട് പ്രാർത്ഥിക്കുക, മൂസാ നബി മേർ നബിയോട് പ്രാർത്ഥിക്കുക, ആ നബി നൂഹ് നബിയോട് പ്രാർത്ഥിക്കുക, നൂഹ് നബി ആദം നബിയോട് പ്രാർത്ഥിക്കുക. അതാണോ അവരുടെ മാർഗം? അല്ല, അത് ശിർക്കിന്റെ മാർഗമാണ്, അത് നരകത്തിന്റെ മാർഗമാണ്, അത് അമ്പിയാക്കന്മാരുടെ ആദർശത്തിന്റെ ശത്രുക്കളുടെ വാദമാണ്. അതുകൊണ്ട് നബിമാര് പോയ വഴിയിലൂടെ പോകുക. ആദം നബി പ്രാർത്ഥിച്ചു റബ്ബനാ വലംനാ അൻഫുസനാ, റബ്ബേ ഞങ്ങൾ ഞങ്ങളുടെ അക്രമം പ്രവർത്തിച്ചു. നൂഹ് നബി പ്രാർത്ഥിച്ചു റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, റബ്ബേ എനിക്ക് പുറത്തുകൊണ്ട. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു റബ്ബനാ വജ്അൽനാ മുസ്ലിമീന ലക, റബ്ബേ ഞങ്ങളെ മുസ്ലിമായി ജീവിപ്പിക്കണേ. സക്കരിയ നബി പ്രാർത്ഥിച്ചു റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റഅസു ശൈബ, ദുർബലനായി ഞാൻ, തല നരച്ചു, എല്ലുകൾ ദുർബലമായി. റബ്ബേ നിന്നോടുള്ള ദുആ കൊണ്ട് ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനായിട്ടില്ല. എനിക്ക് ശേഷം എന്റെ ദഅവത്ത് കൊണ്ടു നടത്താൻ പറ്റിയ ആളുകൾ വേണം, നീ മക്കളെ തരണേ. അദ്ദേഹം പ്രാർത്ഥിച്ചു. അയ്യൂബ് നബി പ്രാർത്ഥിച്ചു അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർ, റബ്ബേ എനിക്കിതാ പ്രയാസം ബാധിച്ചിരിക്കുന്നു. അവരാരും ഒരു നബി മറ്റൊരു നബിയോട് മൂസാ നബിയെ എനിക്ക് പ്രയാസമുണ്ട്, മൂസാ നബിയെ എനിക്ക് രോഗമുണ്ട്, മൂസാ നബിയെ എനിക്ക് മക്കളില്ല എന്നവരാരും പറഞ്ഞിട്ടില്ല. മരിച്ചുപോയ ഏതെങ്കിലും നബിമാരുടെ മഖബറകളിലേക്ക്, ഖബറിന്റെ അടുക്കലേക്ക് ഒരു നബിയും ഒരു സമൂഹത്തെയും കൊണ്ടുപോയിട്ടില്ല. കാരണം അവിടെ പോയി ചെയ്ത പ്രവർത്തനം, സുജൂദുകളും പ്രാർത്ഥനകളും അത് ആരാധനയാണ്. ആ ആരാധന റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. എന്ത് കുടുക്കിൽ പെട്ടാലും, ചെറുതാകട്ടെ വലുതാകട്ടെ, റബ്ബിനോട് മാത്രം. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട് മത്സ്യം വിഴുങ്ങി ആ മത്സ്യം കടലിന്റെ ആഴിയിലേക്ക് പോയി. ആ ഇരുട്ടിൽ കിടന്നുകൊണ്ട്, കടലിന്റെ ഇരുട്ട്, ആഴിയുടെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്, അതിനിടയിൽ കിടന്നുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞല്ലോ ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, റബ്ബേ നീ പരിശുദ്ധവാനാണ്, ഞാൻ അക്രമം ചെയ്തവനാണ്, നീ അല്ലാതെ ആരാധ്യനില്ല, ഇതാ നിന്നോട് മാത്രമാണ് ദുആ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അല്ലേ. അപ്പൊ എല്ലാ നബിമാരും അവർക്ക് പറഞ്ഞത് റബ്ബിനോടാ.